നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വികസനത്തിന്റെ കാര്യത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻപേ പറക്കുന്ന പക്ഷിയാണെന്ന് മന്ത്രി എം.കെ. മുനീർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഈ സാക്ഷരതാ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നരേന്ദ്രമോദിയുടെ കൈകൾ ഇന്ത്യയെ വലിയ മാറ്റങ്ങളിലെത്തിച്ചുവെന്നും ഇത് അംഗീകരിക്കാത്തവർ മൂഢസ്വർഗത്തിലാണെന്നും യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളക്കുഴി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പദയാത്ര സംഘടിപ്പിച്ചു. ഹക്കിം വധം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പന്റെ ദിനാഹാരം മൂന്നാം ദിനത്തിലേക്ക്. മാതമംഗലം പുനിയങ്കോട് റോഡ് തകർന്ന് ഗതാഗതം ദുസ്സഹമായി. സെപ്റ്റംബർ 2 സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന ജാഥയ്ക്ക് പിലാത്തറയിൽ സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. ഈ സാക്ഷരതയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻപേ പറക്കുന്ന പക്ഷിയായി മാറിയെന്ന് മന്ത്രി എം.കെ. മുനീർ. കമ്പ്യൂട്ടർ ഈ സാക്ഷരതയിലും അതുല്യം 4ാം തരം പദ്ധതിയിലും തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്പൂർണ്ണത കൈവരിച്ചതിന്റെ പ്രഖ്യാപനം തൃക്കരിപ്പൂരിൽ നടത്തുകയായിരുന്നു പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എം.കെ. മുനീർ. IT വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പഞ്ചായത്ത് വകുപ്പിനെയും കോർത്തിണക്കി വലിയ സന്ദേശയാത്ര നടത്തി PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര വൈസ് ചെയർമാൻ N. ഗോപാലൻ പഞ്ചായത്തുകളിൽ ഈ സാക്ഷരതയിൽ അവബോധം വളർത്തിയെന്നും തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഇത് മുൻപേ പറക്കുന്ന പക്ഷിയായി മാറിയെന്നത് ഇവിടുത്തെ കർമ്മോത്സുകതയ്ക്കുള്ള ഉദാഹരണമാണെന്നും മന്ത്രി M.K. മുനീർ പറഞ്ഞു. തൃക്കരിപ്പൂര് ഇതിൽ മുമ്പേ പറക്കുന്ന പക്ഷിയായി മാറി എന്നുള്ളത് നിങ്ങളുടെ കർമ്മോത്സുകതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി കൂടി ഞാൻ കാണുകയാണ്. എല്ലാവരെക്കാളും മുന്നിൽ ഞങ്ങളത് കൈവരിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ പോരാട്ടത്തിന് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിരക്ഷരതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അതുല്യം 4ാം തരം പദ്ധതിയിൽ സമ്പൂർണ്ണത കൈവരിച്ചതിലും സന്തോഷം പ്രകടിപ്പിച്ച് മന്ത്രി സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുൻ പഞ്ചായത്ത് മെമ്പർമാരായ VM ശ്രീധരൻ, VT ഷാഹുൽ ഹമീദ്, KV വിജയൻ എന്നിവരെ മന്ത്രി അനുമോദിച്ചു. ചടങ്ങിൽ MLA K. കുഞ്ഞിരാമൻ അധ്യക്ഷനായി. PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര വൈസ് ചെയർമാൻ N. ബാലഗോപാലൻ ആമുഖ പ്രഭാഷണം നടത്തി. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ, PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സ്വാഗതം പറഞ്ഞു. PV പത്മജ, VK ബാവ, MDP അബ്ദുൽ കരീം, T. അജിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നരേന്ദ്രമോദിയുടെ കൈകൾ ഇന്ത്യയെ വലിയ മാറ്റങ്ങളിൽ എത്തിച്ചു എന്നും ഇത് അംഗീകരിക്കാത്തവർ മൂഢസ്വർഗത്തിലാണെന്നും യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളക്കുഴി. അന്നൂർ UP സ്കൂളിൽ BJP പയ്യന്നൂർ മുനിസിപ്പൽ കൺവെൻഷനും മുതിർന്ന പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സംഘടനാ പാതയിൽ വെടിയാതെ മുന്നോട്ടേക്ക് പോയി ഇന്നും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ മഹാന്മാർ നമുക്കെന്നും മാതൃക തന്നെയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ തയ്യാറാവുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണരീതി ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയിൽ കാർഷിക സാമ്പത്തിക രംഗം വലിയ കുതിപ്പിലാണ്. ജനങ്ങളെ എല്ലാ രംഗത്തേക്കും കൈപിടിച്ചുയർത്തുകയാണ് കേന്ദ്ര സർക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. K. ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV കേശവൻ, BJP മണ്ഡലം പ്രസിഡന്റ് MP രവീന്ദ്രൻ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി CK രമേശൻ മാസ്റ്റർ, KP അരുൺ, ഗംഗൻ തായനേരി, KK രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. 15ഓളം മുതിർന്ന പ്രവർത്തകരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു.
സെപ്റ്റംബർ 2-ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക, ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി പിൻവലിക്കുക, തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുക, മിനിമം വേതനം പ്രതിമാസം 15,000 രൂപയാക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 2-ന് ദേശീയവ്യാപകമായി പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ പ്രചരണാർത്ഥം CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ജാഥ ക്യാപ്റ്റനായുള്ള പ്രചരണ ജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിന്റെ മുന്നോടിയായി ജാഥ അംഗങ്ങൾക്ക് ഹാരാർപ്പണവും നടന്നു. തുടർന്ന് ലക്ഷ്മണന്റെ അധ്യക്ഷതയിൽ ശ്രീകൃഷ്ണൻ MLA, K. അശോകൻ, KP കുഞ്ഞിക്കണ്ണൻ, താവം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജാഥ ലീഡർ KP സഹദേവൻ മറുപടി പ്രസംഗവും നടത്തി. ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ച ചെയ്തതിനു വേണ്ടി ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ച ചെയ്താണ് ആ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ച ചെയ്തപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ VV ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് KP സുരേഷ് കുമാർ, VV ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് KP സുരേഷ് കുമാർ, അരക്കൻ ബാലൻ, അലി കുഞ്ഞി പന്നിയൂർ, താവം ബാലകൃഷ്ണൻ, MK ജയരാജ്, K. ബാലകൃഷ്ണൻ, V. രാജേഷ് പ്രേം എന്നിവരാണ് ജാഥയിലെ സ്ഥിരമംഗങ്ങൾ. RSS സേവാ കേന്ദ്രം കോറം നോർത്തിൽ സ്ഥാപിക്കുന്ന കെട്ടിടത്തിന്റെ തറ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് RSSന്റെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. കോറം നോർത്തിൽ RSS സേവാകേന്ദ്രത്തിന് വേണ്ടി പുതുതായി പണിയുന്ന കെട്ടിടത്തിന്റെ തറയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം. 2 ആഴ്ച മുൻപാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. തറ പൂർണ്ണമായും തകർത്ത് കല്ലുകൾ ഇളക്കി 4 പാടും മാറ്റിയിട്ട നിലയിലാണ്. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്ന് RSS നേതൃത്വം ആരോപിച്ചു. ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു തറയാണ് ഇവിടെ ഞങ്ങളിവിടെ നിർമ്മിച്ച് സംഘടനാ പ്രവർത്തനം കോറം ഭാഗങ്ങളിൽ നടത്താൻ വിടൂല എന്ന രീതിയിൽ ഏത് ഭാഗത്തു നിന്നും എങ്ങനെ എതിർത്താലും സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇത് മുന്നോട്ട് പോകും. എല്ലാ രീതിയിലുള്ള പ്രവർത്തനം അതിജീവിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ കോറം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകൾക്ക് നേരെ ബോംബാക്രമണം, സമീപ പ്രദേശങ്ങളിൽ ഓരോരാളുടെ പേരിൽ ഓരോ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാലങ്ങളായി കോറം പാലക്കാട് ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരായാലും ശരി കോറം ഭാഗങ്ങളിൽ ഞങ്ങൾ സംഘടനാ പ്രവർത്തനം അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സംഘടനയുടെ മുഴുവൻ ആളുകളുടെ തീരുമാനം. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം പ്രസിഡന്റ് K. ജയരാജ് നയിക്കുന്ന ഏകദിന പദയാത്ര കോറം നോർത്തിൽ മുൻ മന്ത്രി KP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മതേതര കേരളം, അക്രമരഹിത കേരളം, ലഹരിമുക്ത കേരളം, വികസിത കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K. ജയരാജ് നയിക്കുന്ന ഏകദിന പദയാത്ര കോറം നോർത്തിൽ മുൻമന്ത്രി KP നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എന്തായിരിക്കും എന്നതിന്റെ എല്ലാം സൂചന നമ്മുടെ ശ്രീ AP നാരായണന്റെ പ്രസംഗത്തിൽ അംഗീകാരമായി കേൾക്കാൻ കാണാൻ കഴിയും. നാട്ടുകാരെല്ലാം ഗൗരവമായിട്ട് രാഷ്ട്രീയ കാര്യം വീക്ഷിക്കുന്നവരാണ്, വസ്തുതകൾ മനസ്സിലാക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ പയ്യന്നൂർ പഞ്ചായത്തിൽ നാരായണന്റെ ആഗ്രഹം തീർച്ചയായിട്ടും AP നാരായണൻ, റഷീദ് കവ്വായി, VC നാരായണൻ, കല്ലത്ത് രാമചന്ദ്രൻ, KK ഫൽഗുനൻ, അത്തായി പത്മിനി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കോത്തായി മുക്ക്, വെള്ളൂർ ആലിൻകീഴ്, കാറമൽ റേഷൻ കടയ്ക്ക് സമീപം, അന്നൂർ അമ്പലം, തായ്നേരി കുറിഞ്ഞി ക്ഷേത്ര പരിസരം തുടങ്ങി 12ഓളം സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. AIYFന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ ദേശാഭിമാനി സദസ്സ് സംഘടിപ്പിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് MS നിഷാദ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് ഫാസിസ്റ്റ് വ്യവസ്ഥയെ ചെറുക്കുക എന്ന മുദ്രാവാക്യവുമായാണ് AIYFന്റെ നേതൃത്വത്തിൽ ദേശാഭിമാന സദസ്സ് സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച പാരമ്പര്യമാണ് ഇവിടുത്തെ RSSന് അവകാശപ്പെടാനുള്ളതെന്ന് MS നിഷാദ് അഭിപ്രായപ്പെട്ടു.
കൊണ്ടുവന്ന് അങ്ങനെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു ചാലക ശക്തിയായി മാറിയ ഇന്ത്യയിലെ ജനങ്ങളുടെ ആവേശവും ആശയവും എല്ലാവുമായിരുന്ന. എന്നാൽ കയ്യൂരിലും കരിവള്ളൂരിലുമെല്ലാം രക്തസാക്ഷികളെ നൽകി ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകിയ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്ന മോദി സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി AIYF മുന്നോട്ടു പോകുമെന്നും നിഷാദ് പറഞ്ഞു. CP ഷൈജൻ, P വിനു, P നാരായണൻ, V മിഥുൻ എന്നിവർ സംസാരിച്ചു. P പരുകൻ അധ്യക്ഷനായി. നിജിത്ത് കുഞ്ഞിമംഗലം സ്വാഗതം ആശംസിച്ചു. ഹക്കീം വധം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പന്റെ നിരാഹാരം 3ാം ദിനത്തിലേക്ക്. നിരാഹാരമനുഷ്ഠിച്ചു വന്നിരുന്ന NV രാജീവന്റെ ആരോഗ്യനില ശനിയാഴ്ച രാത്രിയോടെ വഷളായതിനെ തുടർന്നാണ് PV കുഞ്ഞപ്പൻ നിരാഹാരമേറ്റെടുത്തത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് റിപ്പോർട്ടർ ചാനൽ ചീഫ് എഡിറ്ററും MV രാഘവന്റെ മകനുമായ നികേഷ് കുമാർ സമരപ്പന്തൽ സന്ദർശിച്ചത്. AN ഷംസീർ, C കൃഷ്ണൻ MLA എന്നിവർക്കൊപ്പമാണ് നികേഷ് സമരപ്പന്തലിൽ എത്തിയത്. സത്യഗ്രഹി NV രാജീവിനോട് സംസാരിച്ച ശേഷം സമരത്തെപ്പറ്റി C കൃഷ്ണൻ MLAയോടും നികേഷ് വിശദമായി സംസാരിച്ചു. തുടർന്ന് രാത്രി 8:30ഓടെയാണ് NV രാജീവന്റെ ആരോഗ്യനില വഷളാവുകയും അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ശേഷം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ നിരാഹാരമേറ്റെടുത്തു. C കൃഷ്ണൻ MLA അടക്കമുള്ള നേതാക്കൾ കുഞ്ഞപ്പന് ഹാരാർപ്പണം നടത്തി. PV കുഞ്ഞപ്പന്റെ സത്യഗ്രഹത്തിന്റെ 2ാം ദിവസമായ ഞായറാഴ്ചയും നിരവധി പേരാണ് അഭിവാദ്യമർപ്പിച്ച് സമരപ്പന്തൽ സന്ദർശിച്ചത്. സത്യഗ്രഹ സമരം 95 ദിവസം പിന്നിട്ടു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര KPCC നിർവാഹക സമിതി അംഗം K വെളുത്തമ്പു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P രവി ജാഥ ക്യാപ്റ്റനായുള്ള പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി ഗീതാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C രവി ജാഥ ക്യാപ്റ്റനായുള്ള ജാഥയ്ക്ക് വയലോടി, ഇളമ്പച്ചി, ഒളവറ ഗേറ്റ്, തലിച്ചാലം, കക്കുന്ന്, മീലിയാട്ട് തുടങ്ങി 10ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. മാതമംഗലം പുനിയങ്കോട് റോഡ് തകർന്ന് ഗതാഗതം ദുസ്സഹമായി. മഴ കുറഞ്ഞിട്ടും റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. മലയോര പ്രദേശമായ ചെറുപുഴ, വെള്ളോറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും പെരിങ്ങോം CRPF ക്യാമ്പിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗമാണ് മാതമംഗലം പുനിയങ്കോട് റോഡ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. മഴക്കാലത്തിന്റെ പേരിൽ ഇതുവരെ തള്ളി നീക്കിയെങ്കിലും മഴ കുറഞ്ഞിട്ടും അറ്റകുറ്റപ്പണിക്ക് വേണ്ട യാതൊരു നടപടിയും എടുക്കാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. സമീപത്തെ ഓവുചാലുകൾ കാടുകയറി മൂടിയിരിക്കുകയാണ്. ഇതുമൂലം വെള്ളം ഒഴുകിപ്പോകാതെ റോഡിൽ കെട്ടിക്കിടക്കുന്നതാണ് റോഡ് തകരാൻ കാരണമാകുന്നത്. ഓവുചാലുകൾ വൃത്തിയാക്കി എത്രയും പെട്ടെന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPI നടത്തുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ ഭാഗമായി പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കോറോം നോർത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് CPI രാഷ്ട്രീയ പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. CPI പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കാൽനട പ്രചരണ ജാഥ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി ഒരു കാൽനട ജാഥ നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ മുനിസിപ്പൽ പ്രദേശത്ത് നടക്കുന്ന കാൽനട ജാഥയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ജാഥയിൽ ഞങ്ങൾ ഈ രാജ്യത്തെ 95% വരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്. മണ്ഡലം സെക്രട്ടറി M രാമകൃഷ്ണൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KV പത്മനാഭൻ ജാഥ ലീഡറും ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി VV കൃഷ്ണൻ ഡെപ്യൂട്ടി ലീഡറുമായാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. കോറോം, വെള്ളൂർ ബാങ്ക്, തായന്നേരി, യുണീക്ക് കൊക്കാനശ്ശേരി പരിസരം, കണ്ടോത്തുമുക്ക്, അന്നൂർ, പഴയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി ഹോക്കിംഗ് ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഗ്രാമാന്തരങ്ങളിൽ ഖാദി പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുക എന്നതാണ് സഞ്ചരിക്കുന്ന ഖാദി ഓണം വിപണനമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാദി ഹോക്കിംഗ് മൊബൈൽ വിൽപ്പനശാലയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ആദ്യ വിൽപ്പന എം കെ തമ്പാൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംഘം സെക്രട്ടറി ഇ എ ബാലൻ അധ്യക്ഷനായി. സി കുഞ്ഞപ്പൻ സ്വാഗതവും പി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സി കുഞ്ഞപ്പൻ, പി ലക്ഷ്മണൻ, ടി കെ കൃഷ്ണൻ, പി രാമകൃഷ്ണൻ, വി എം സജിത്ത് എന്നിവരാണ് ഖാദി ഹോക്കിങ്ങിന് നേതൃത്വം നൽകുന്നത്. ജനതാപാൽ വിതരണ ഏജന്റുമാരുടെ സംഗമം കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഗമം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനതാപാൽ വിതരണ രംഗത്തെ ഏജന്റുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏജന്റുമാരുടെ സംഗമം കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഗമത്തിൽ 2014-15 വർഷത്തെ ഏറ്റവും കൂടുതൽ പാൽ വിൽപ്പന നടത്തിയ CV സന്ദീപ്, മധു ഉദയഗിരി എന്നീ ഏജന്റുമാർക്കുള്ള സമ്മാന വിതരണവും ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ജീവനക്കാരുടെ മക്കളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്കുള്ള അനുമോദനവും നടന്നു. പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിനുവേണ്ടിയുള്ള കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് സ്ഥാപനത്തിന്റെ ഭരണസമിതി പ്രവർത്തകരെല്ലാം മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് KP മധു അധ്യക്ഷത വഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഇ കരുണാകരൻ, കെ ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. BMS തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി വിവാദരഹിത കേരളം, വികസനോന്മുഖ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. BMS മേഖലാ സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെയും പൊതുസമൂഹത്തിന്റെയും പ്രശ്നങ്ങളെ ഗൗരവത്തോടെ കാണുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളിലൊന്നായ ഭാരതീയ മസ്ദൂർ സംഘം ഒരു മാറ്റത്തിനു വേണ്ടി പൊതുസമൂഹവുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവാദരഹിത കേരളം, വികസനോന്മുഖ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. BMS മേഖലാ സെക്രട്ടറി A രാജീവൻ ജാഥ ക്യാപ്റ്റനായുള്ള കാൽനട പ്രചരണ ജാഥ തെക്കുംപാട് BMS മേഖലാ പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഈ ഗവൺമെന്റ് എന്ത് പുരോഗതിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് വി ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. BMS പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായിരുന്നു. കെ രവീന്ദ്രൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ഇളമ്പച്ചി, തങ്കയം, ചെറുകാനം, കൊയോങ്കര, നടക്കാവ്, ഉദുനൂർ, പേക്കടം തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 5 മണിയോടെ തൈക്കിയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഫാമേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ APJ അബ്ദുൽ കലാം അനുസ്മരണം സംഘടിപ്പിച്ചു. CP ഹരീന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗോപാൽ UP സ്കൂളിൽ നടന്ന അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി അനുസ്മരണ സമ്മേളനം, പ്രദർശനം, ക്വിസ് മത്സരം എന്നിവയും നടന്നു. CP ഹരീന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാഷ്ട്രപതി ഭവനെ ഒരു കലാ, സാംസ്കാരിക, സാമൂഹ്യ, ചരിത്ര വിഷയങ്ങളുടെ സംവാദവേദിയാക്കി മാറ്റിയ ലോകത്തിലെ തത്വജ്ഞാനികളിൽ പ്രമുഖനായിരുന്ന ഇന്ത്യൻ തത്വചിന്തയുടെ കൊടിക്കൂട ഉയർത്തിപ്പിടിച്ച ചടങ്ങിന്റെ ഭാഗമായുള്ള ചികിത്സാ സഹായ വിതരണം ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേന്ദ്രൻ പരത്തി നിർവഹിച്ചു. മുൻ MLA CKP പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷനായി. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. CPIM വടവന്തൂർ സൗത്ത് ബ്രാഞ്ചിന്റെയും കർഷക സംഘം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ജൈവ പച്ചക്കറി വിളവെടുപ്പ് മുക്കാലയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ആലപ്പടമ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ജൈവ പച്ചക്കറി കൃഷി ചെയ്തത്. 30 സെന്റിലാണ് കൃഷി. കോഴിവളവും ചാണകവുമാണ് ഉപയോഗിച്ചത്. വെണ്ട, പയർ, മുളക്, പടവലം തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തെടുത്തത്. P ശശിധരൻ, NK രാജൻ, KM ബാലകേശവൻ, VV ഭാസ്കരൻ, PM മത്തായിക്കുഞ്ഞ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വ്യാപകമായ തോതിൽ ജൈവ കാർഷിക സമ്പ്രദായം നടപ്പിലാക്കണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിലും കേരള സംസ്ഥാനത്തുടനീളം ഇത്തരം ജൈവ പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കുകയും മാതൃക എന്നുള്ളോളം മറ്റും പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ഉദനൂർ സെൻട്രലിൽ CDC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ പദയാത്ര ഉദ്ഘാടനം ചെയ്തു.
ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപാകെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിക്കുന്നത്. പടന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര ജാഥ ലീഡറും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ കെ സജീവന് പതാക കൈമാറിക്കൊണ്ട് DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിക്കുന്ന ജനകീയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയും ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PK താജുദ്ദീന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K കുഞ്ഞമ്പു, മുൻ പ്രസിഡന്റ് KN വാസുദേവൻ നായർ, KV ജതീന്ദ്രൻ, TK സുബൈദ, KK അബ്ദുള്ള, AG കമറുദ്ദീൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് എടച്ചാക്കൈ ബാങ്ക് പരിസരം, പടന്ന മൂസ ഹാജിമുക്ക്, ഓരിമുക്ക് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പടന്ന വടക്കേപ്പുറം നടന്ന സമാപന യോഗത്തോടെ ജാഥ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക്കിന്റെ നേതൃത്വത്തിൽ ഏകദിന ജൈവ കൃഷി പാഠശാല സംഘടിപ്പിച്ചു. KBR കണ്ണൻ ക്ലാസ് എടുത്തു. പയ്യന്നൂർ റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബിന്റെ നേതൃത്വത്തിലാണ് KBR കണ്ണന്റെ സമ്മിശ്ര ജൈവ കൃഷിത്തോട്ടത്തിൽ ഏകദിന ജൈവ കൃഷി പാഠശാല സംഘടിപ്പിച്ചത്. ചടങ്ങിൽ KBR കണ്ണൻ ക്ലാസ് എടുത്തു. ഡോമിൻ എന്ന് പറഞ്ഞൊരു സാധനം തകരച്ചപ്പിലാണെങ്കിലും ആസ്മ വരില്ല. ഇപ്പോൾ ശ്വാസം മുട്ടും ആസ്മ ഉണ്ടെങ്കിൽ ഇപ്പം തകരയാണെന്ന് കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു നിങ്ങളെ പോകുന്ന വഴിക്കുണ്ടാവും തകരച്ചപ്പ് എന്ന് പറഞ്ഞ സാധനം. ആ തകരയില കഴിച്ച് ഇപ്പം ആസ്മയിലെ രോഗികൾ ഒരു മാസം തകരച്ചപ്പ് ആസ്മ പോവും. ഫാക്കൽറ്റി ഇൻചാർജ് രതീഷ് കുമാർ, KV രാധാകൃഷ്ണൻ, TM ജയരാജൻ എന്നിവർ പാഠശാലയ്ക്ക് നേതൃത്വം നൽകി. ഭൂമിത്ര സേനാ ക്ലബിലെ 40ഓളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. ക്ലബ്ബ് സെക്രട്ടറി അതുല്യ K സ്വാഗതവും ശ്രുതി ഭാർഗവൻ നന്ദിയും പറഞ്ഞു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ മാതമംഗലം വാർഡ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ ബന്ധങ്ങളും വ്യക്തിത്വ വികസനവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രമേശൻ മാസ്റ്റർ നേതൃത്വം നൽകി. മാതമംഗലം വാർഡ് സമിതി ചെയർമാൻ VK കുഞ്ഞപ്പൻ അധ്യക്ഷനായി. PV ലക്ഷ്മണൻ സംസാരിച്ചു. ഞാൻ പറയുന്നത് ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ ഉപദേശം, ഇതൊക്കെ തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ പേടിപ്പിച്ച് വളർത്തരുത്. ഡിവൈഎഫ്ഐ ആലക്കാട് സെൻട്രൽ നോർത്ത് യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മൺസൂൺ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P സജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഓണക്കാലമൊക്കെ ആകുമ്പോൾ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ അത് ഗ്രാമോത്സവങ്ങളായി ഓണോത്സവങ്ങളായി ഒക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അണ്ടർ 20 വിഭാഗത്തിലാണ് ഫൈവ്സ് ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. വൈപ്പിര്യം മദർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ടീമുകൾ പങ്കെടുത്തു. വിജയികൾക്ക് 3000 രൂപ ക്യാഷ് അവാർഡും സ്ഥിരം ട്രോഫിയും നൽകി. റണ്ണേഴ്സപ്പിന് 2000 രൂപ ക്യാഷ് അവാർഡും സ്ഥിരം ട്രോഫിയും സമ്മാനിച്ചു. VR നായനാർ സ്മാരക ഗ്രന്ഥാലയം, കണ്ണൂർ ജില്ലാ കൊക്കോ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല പുരുഷ വനിതാ സീനിയർ കൊക്കോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ YV കണ്ണൻ മാസ്റ്റർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൊക്കോ അസോസിയേഷൻ പ്രസിഡന്റ് TV രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം M ലീല അധ്യക്ഷയായി. യുവജനവേദി സെക്രട്ടറി വിനീത് TV രാജേഷ് MLA കളിക്കാരുമായി പരിചയപ്പെട്ടു. കാരുണ്യ പുരുഷ സഹായ സംഘം സായി അഗതി മന്ദിരത്തിലെ അമ്മമാർക്കൊപ്പം ഓണം ആഘോഷിച്ചു. സംഘം പ്രവർത്തകരും കുടുംബാംഗങ്ങളുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി പേർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും അന്തേവാസികൾക്ക് ഓണപ്പുടവ വിതരണവും നടന്നു. സംഘം പ്രസിഡന്റ് PV കൃഷ്ണൻ, സെക്രട്ടറി AK ബാലകൃഷ്ണൻ, ട്രഷറർ P രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
മണിയാട്ടി യുദ്ധസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം കേട്ട് നമ്മളിവിടെ ഒരു എന്തെങ്കിലും ചെയ്യണമെന്നില്ല ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ വർഷം സാധിച്ചത്. കാരണം ആൾക്കാരുണ്ടായിട്ടും ശരിക്കും നോക്കാതെ ഇങ്ങനെ ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു കേന്ദ്രമുണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ അവർക്ക് ഏറ്റവും നല്ല ആശ്വാസമായിട്ട് ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യും. അത് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകുകയും ചെയ്യും. കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം എൻഡോവ്മെന്റ് വിതരണവും ജനറൽ ബോഡി യോഗവും ക്ഷേത്ര പരിസരത്ത് നടന്നു. ക്ഷേത്രം അന്തിതിരിയൻ പുക്കിടി കൃഷ്ണൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരാണ് ചടങ്ങിൽ എൻഡോവ്മെന്റ് നൽകി അനുമോദിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി ജനറൽ ബോഡി യോഗവും നടന്നു. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഇ പത്മനാഭൻ, ക്ഷേത്രം രക്ഷാധികാരി മണിയറചന്ദ്രൻ, രഘുനാഥ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം അന്തിതിരിയൻ പൂക്കടി കൃഷ്ണൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ, അൽസലാമ കണ്ണാശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. എംബേറ്റി AKG കലാസമിതി ഹാളിൽ നടന്ന ക്യാമ്പ് റവറന്റ് ഫാദർ ജോമോൻ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുത്ത തിമിര രോഗികൾക്ക് ശസ്ത്രക്രിയ സൗജന്യമായി നൽകും. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശശി താപ്രോൻ അധ്യക്ഷനായി. PV രാജൻ, കുന്നൂൽ ഭാസ്കരൻ, M രവി മാസ്റ്റർ, K സഹജൻ, K സെബാസ്റ്റ്യൻ, PV ഗോപാലൻ, AV മനോജ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ DO K സൗമിനി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മഹത്വം ഇത്രത്തോളമുള്ള ഈ അവസരത്തിൽ പല രക്ഷിതാക്കളും തന്റെ മക്കളെ അംഗീകാരമില്ലാത്ത ഇംഗ്ലീഷ് മീഡിയത്തിനോടുള്ള ഭ്രമം കാരണം SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ക്ഷേത്രം അന്തിതിരിയൻ ഉപഹാര സമർപ്പണം നടത്തി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് K ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ക്ഷേത്രം സമുദായി C ശ്രീധരൻ, വികസന സമിതി പ്രസിഡന്റ് K ജനാർദ്ദനൻ, വെൽഫെയർ കമ്മിറ്റി സെക്രട്ടറി K ശശീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് T രാഘവൻ, പൂരക്കളി കമ്മിറ്റി സെക്രട്ടറി K സതീശൻ, വനിതാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സൗദാ മോഹൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി K സതീശൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് K സജീവൻ നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വെങ്ങര ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വെങ്ങര ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പൊങ്കാരൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ബൈക്ക് റാലി നടന്നത്. ദേശീയ പതാകയുടെ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ദേശീയ പതാക കൈകളിലേന്തി നടത്തിയ റാലി ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. വെങ്ങരയിൽ നിന്നും ആരംഭിച്ച റാലി മൂലയ്ക്കൽ, ചെമ്പല്ലിക്കുണ്ട്, പഴയങ്ങാടി, കൊവ്വപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശിച്ചു. താവം ഈഗിൾ ക്ലബിന്റെ നേതൃത്വത്തിൽ താവം പ്രീമിയർ പ്ലൈവുഡിന് സമീപം സ്വീകരണം നൽകി. വിവിധ പഞ്ചായത്തുകളിലെ പര്യടനത്തിന് ശേഷം റാലി വെങ്ങര മുക്കിൽ സമാപിച്ചു. ഇനി മാറ്റൊലി. ഓണം അടുത്തതോടെ വിപണന വസ്തുക്കൾ ഒരുക്കി വ്യാപാരികൾ തയ്യാറായി കഴിഞ്ഞു. തീവില മൂലം ഓണം വിപണിയിലേക്ക് ഇറങ്ങാൻ ഭയപ്പെടുകയാണ് സാധാരണക്കാർ. അവരുടെ വാക്കുകളിലേക്ക്. ഇതിപ്പോൾ മുൻപത്തെ LDF സർക്കാരൊക്കെ നന്മ സ്റ്റോർ ഇതുപോലുള്ള ഒരുപാട് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാളുകളൊക്കെ തുടങ്ങിയിരുന്നു. ഇവിടെ ഇപ്പോൾ UDF സർക്കാർ ഒന്നും തന്നെ ചെയ്ത് കാണുന്നില്ല. ഇങ്ങനെ ആയാൽ പാവപ്പെട്ടവൻ്റെ ഓണം എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. സാധാരണക്കാർ ജനങ്ങൾ ആശ്രയിക്കുന്നത് കൺസ്യൂമർ ഫെഡ്, അതുപോലെ തന്നെ മാവേലി സ്റ്റോർ എന്നുള്ള സ്ഥാപനങ്ങളാണ്. പക്ഷെ ആ ഒരു നിലക്കിൽ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ഇന്ന് ഉണ്ടാവുന്നില്ല. ആ ഒരു കാലഘട്ടം കാരണം പണ്ട് കാണാൻ വിറ്റ് മോണമിടണം എന്നുള്ള ഒരവസ്ഥ മാറി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കടുതമായ പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുക ഈ ഓണ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ക്രിയാത്മകമായ രീതിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തത്തക്ക നിലയിൽ ഒരു സമീപനവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. മാവേലി സ്റ്റോറുകളെല്ലാം കൂട്ടിയതിന് സമമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഉള്ളതിന് തന്നെ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഓണം ഇത്തവണ എങ്ങനെ കേരളീയർ ആഘോഷിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടാണ്. പാവപ്പെട്ട
പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സിവിൽ സപ്ലൈസിൻ്റെ സ്ഥാപനങ്ങളിലൂടെയോ മാവേലി സ്റ്റോറിലൂടെയോ ഇന്ന് യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും അവർ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയും പിന്നെ ഈ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ച 5,68,000 കോടി രൂപ പൊതുമാർക്കറ്റിൽ ഇറക്കിയാൽ തന്നെ ഇന്ന് ഒരു പരിധിവരെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതിന് വേണ്ടുന്ന നടപടി കേന്ദ്രവും കേരളവും ഒരുപോലെ ഒത്തുപിടിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനില്ല. ഇപ്പോഴുള്ള സർക്കാർ കണ്ണ് അടച്ച് തന്നെ ഇരിക്കുകയാണ്. ഇനി ഇങ്ങനെയാണെങ്കിൽ അടുത്ത സർക്കാർ UDF ഭരണത്തിൽ വന്നാൽ പാവപ്പെട്ടവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. ചെറുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രഥമ പ്രസിഡന്റ് ജാതികുളത്തിൽ ടി വർക്കി നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ. ഇനി അറിയിപ്പുകൾ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്കീമിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം ഓഗസ്റ്റ് 19 ബുധനാഴ്ച 3 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പയ്യന്നൂർ മേഖലാ കമ്മിറ്റി വാർഷിക പൊതുയോഗം ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂർ ചേംബർ ഹാളിൽ നടക്കും. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സും സംയുക്താഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച പയ്യന്നൂർ ചേംബർ ഹാളിൽ വെച്ച് ഓണാഘോഷ പരിപാടികൾ നടത്തുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനത്തിന്റെ കാര്യത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻപേ പറക്കുന്ന പക്ഷിയാണെന്ന് മന്ത്രി MK മുനീർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് സാക്ഷരതാ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നരേന്ദ്രമോദിയുടെ കൈകൾ ഇന്ത്യയെ വലിയ മാറ്റങ്ങളിൽ എത്തിച്ചുവെന്നും ഇത് അംഗീകരിക്കാത്തവർ മൂഢസ്വർഗത്തിലാണെന്നും യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളക്കുഴി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പദയാത്ര സംഘടിപ്പിച്ചു. ഹക്കിം വധം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പന്റെ ദിനാഹാരം 3ാം ദിനത്തിലേക്ക്. മാതമംഗലം പുനിയങ്കോട് റോഡ് തകർന്ന് ഗതാഗതം ദുസ്സഹമായി. സെപ്റ്റംബർ 2 സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹനജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.